ഈ ഒരമ്മ തൻ്റെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് ആ കൂട്ടുകാരിയുടെ മകൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടേക്കാണ്. അവളോട് ചോദിക്കുകയാണ്, സ്ത്രീധനായിട്ട് നീ എത്ര രൂപയാണ് ചോദിച്ചത്, എത്ര രൂപയാണ് അവർ തരാന്ന് പറഞ്ഞേ എന്നെല്ലാം ചോദിക്കുകയാണ്. ആ ഒരു സമയം ആ അമ്മയുടെ മരുമകൾ അവിടേക്ക് വരുന്നുണ്ട്. അവളോട് ഭയങ്കര ദേഷ്യത്തോടുകൂടി, നിന്റെ അച്ഛൻ എപ്പോഴാണ് ബാക്കി സ്ത്രീധനത്തൊക്കെ തരാൻ പോകുന്നത്, എത്ര നാളായത് വെയിറ്റ് ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കുകയാണ്. ആ ഒരു പെണ്ണ് പെട്ടെന്ന് തന്നെ അച്ഛൻ സ്ത്രീധനത്തൊക്കെ തരുമെന്ന് അമ്മായിമ്മയോട് പറയാണ്. പെട്ടെന്ന് തന്നെ അവളുടെ ഭർത്താവ് അവിടേക്ക് വന്നിട്ട് അവളുടെ മുഖത്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. എന്താണ് കാരണം എന്ന് ഈ അമ്മായിയമ്മ ചോദിക്കുന്ന നേരം മകൻ പറയാണ്, ഇവളുടെ അച്ഛൻ വാങ്ങി തന്ന വണ്ടിയില്ലേ അത് ഡ്യൂ കെട്ടാണ്ട് ഇന്ന് ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി, ഞാൻ എത്രയും നാണം കെട്ടുന്ന അറിയാം, ആക്കളവന് ഡ്യൂ ഒക്കെ മര്യാദക്ക് കെട്ടിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട അമ്മായിയമ്മയും ഭയങ്കര ദേഷ്യത്തോടു കൂടി അവളോട് പറയാണ്, നിന്റെ അച്ഛൻ ഡ്യൂ കെട്ടാതെ പറഞ്ഞോണ്ടല്ലേ നമ്മ ആ ഒരു വണ്ടി എടുത്തത്, പിന്നെന്താണ് നിന്റെ അച്ഛൻ ഡ്യൂ ഒന്നും കെട്ടാത്ത, വേഗം തന്നെ പോയിട്ട് ഡ്യൂ കെട്ടി ആ വണ്ടി പുറത്തെടുക്കാനായിട്ട് പറയാണ്. ആ ഒരു പെണ്ണും ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛനോട് എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഡ്യൂ കെട്ടാഞ്ഞ് എന്നെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു സമയം അച്ഛൻ പറയാണ്, എനിക്ക് വയ്യാണ്ട് കിടക്കുകയാണ്, ശരീരം തീരെ വയ്യ, അതുകൊണ്ട് എനിക്കൊന്നും പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ ഡ്യൂ കെട്ടാഞ്ഞ്, കുഴപ്പമില്ല ഞാൻ ഇപ്പം തന്നെ വേഗം പോയി അത് കെട്ടിക്കൊണ്ട് മരുമോൻ്റെ വണ്ടി അങ്ങനെ തിരിച്ച് കിട്ടിക്കോളും എന്ന് പറയാണ്. പിന്നീടാന്ന് വെച്ചാൽ ഈ അമ്മായിയമ്മ പറയാണ്, അവർക്ക് പുതിയതായിട്ട് ഒരു വീട് പണിയണം, വേഗം നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയി സ്ത്രീധനത്തുകയുടെ ബാക്കി 5 ലക്ഷം രൂപ വാങ്ങിയിട്ട് വരാനായിട്ട് പറയാണ്. മകളും ഇതെങ്ങനെ അച്ഛനോട് പറയുന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഭർത്താവാണെന്ന് വെച്ചാൽ അവൾ ഒരുപാട് തല്ലി ഉപദ്രവിച്ച് വീടിന് പുറത്താക്കിയിട്ട് ബാക്കി സ്ത്രീധനത്തൊക്കെ കൊണ്ട് മാത്രം നീ വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറയാണ്. ആ ഒരു പെണ്ണും തന്റെ വീട്ടിലേക്ക് പോയതിനു ശേഷം അച്ഛൻ്റെ അടുത്ത് കരഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അച്ഛനും മോള് പേടിക്കൊന്നും വേണ്ട, അച്ഛൻ എങ്ങനെയെങ്കിലും ആ ഒരു പൈസ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് വീടിന്റെ ആധാരം കൊണ്ട് അച്ഛൻ പണയം വെക്കാനായിട്ട് പോവാണ്. എന്നാൽ ആ ഒരു വീടിന്റെ ആധാരത്തിന് 5 ലക്ഷം രൂപ ഒന്നും കിട്ടില്ല, 2 ലക്ഷം മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞത് ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ അച്ഛൻ തിരിച്ചു വരാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഐ ലവ് മൈ ഫാദർ എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അച്ഛന് ഇഷ്ടമുള്ള ഒരു ഉറപ്പായും വീഡിയോ ലൈക്കും ചെയ്യും. ഇതിന്റെ ഫുൾ പാർട്ട് കാണാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.